തകരാതെ തളരാതെ ദുനിയാവേ തളരാതെ ഈ മാറ്റേ നിഴലായി ഞാനില്ലേ ചെറുകുടി പടവുകൾ ഇരിയിടാതൊരു തീയാണ് എൻ മനവിൽ കാക്കാനൊരു തുണയായി നീ ഒരു കഴുകൽ കഥ പറയാ അടുത്ത ആൾ പാടിപ്പൊളി. മധുവർണ്ണ പൂവല്ലേ നറുനിലാപ്പൂ
അങ്ങനെ കഴിച്ച് പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലത്തെ ടെൻറ്റിലെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇട്ടുതരാം. പിന്നെ വേറെയും ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്തത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ. പിന്നെ സിനുവിൻ്റെ ചാപ്പയൊക്കെ അടിപൊളി പാട്ടുകാരനാണ്. പക്ഷേ അതൊന്നും കോപ്പി റൈറ്റ് ആവുകൊണ്ടാണ് എനിക്കിടാൻ പറ്റാത്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതുവത്സര ആശംസകൾ നേരെയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോർണിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, ഖത്തറിൽ. പക്ഷെ രാവിലെ തന്നെ നമുക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. പ്രൊമോഷൻ വർക്ക് മീൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു സംഭവം കൂടിയാണ്. കാരണം നമുക്ക് ഖത്തറിൽ നമുക്കൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഖത്തറിലെ ഒരു ലോക്കൽ പാർട്ട്ണറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരു പാസ്പോർട്ടും 1,00,000 രൂപ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖത്തറിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നാട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യാതെ നാട്ടിൽ ഇരുന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫെമിഷ് ബിസിനസ് സൊല്യൂഷൻ എന്നുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. ഗൈസ്, നാട്ടിലാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് പോവുക. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെയും പ്രൊമോഷനാണ്. സിനുവിന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നാട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമുണ്ടോ? എന്താണ് എന്ത് അവർക്ക് നാട് ഇഷ്ടമല്ല? ഇവിടെ ആരും ആരെ കാര്യം നോക്കൂല, അവനാന്റെ ഇഷ്ടത്തിന് അതൊക്കെ ജീവിക്കാം. പക്ഷെ എനിക്കെങ്ങനെയാ വെച്ചാൽ എനിക്ക് എൻ്റെ നാടും വീടും കുടുംബവും പിന്നെ ആ നാട്ടുകാരും ആ ഒരു സ്ഥലമൊന്നും എനിക്ക് വിട്ടു പോരാൻ കഴിയില്ല. കഴിച്ചാൽ എനിക്ക് ഇവിടെ കൊട്ടാരം പണി തന്നാലും രാജാവിൻ്റെ ഷെയ്ഖിൻ്റെ വീട് തന്നാലും എനിക്ക് അയിമൊന്നും തൃപ്തിയാവില്ല. ഇവിടെ ഇപ്പോൾ പറയും ഒരു 2 മാസം, ഒരു 5 ദിവസത്തിന് വന്നുകൊണ്ടാണ് ഖത്തറുകൾക്ക് എല്ലാം. നേരെ മറിച്ച് 2 മാസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു, അവിടുത്തെ കല്യാണം കൂടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. ഇപ്പോൾ പറയുന്നത് എന്താ, ഇവളിപ്പോൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഇവിടുത്തെ പണിക്ക് വരുന്ന ആൾക്കാർ നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ നല്ല കാറും ഇങ്ങനെ യാത്രയ്ക്ക് വരുമ്പോൾ ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ച് നിൽക്കുക. ഞാൻ ഇന്നലെ ഒരാൾക്ക് കാണിച്ചു കൊടുത്ത് കണ്ടത്, ഇവിടുത്തെ പണി പറഞ്ഞാൽ ഫാമിലിയായിട്ട് പൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കണ്ണിൽ എൻ്റെ ഉപ്പയാണെന്നുണ്ടെങ്കിൽ ഇച്ചാപ്പയാണെന്നുണ്ടെങ്കിൽ ആരും ആണെങ്കിലും എൻ്റെ കണ്ണിലൊക്കെ ഒരു ലൈഫ് അടിപൊളിയാവും. നമ്മളൊക്കെ ഇവിടെ തന്നെ നാട്ടിൽ പോയാൽ ഒരു വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് ഓർക്ക് ഓരോ പണിക്ക് പോകണം. ഒക്കെ എല്ലാവരും അവസ്ഥ തന്നെ. ഒരു പ്രവാസിക്കാണ് ഒരു പ്രവാസിയുടെ വേദനകൾ അറിയുള്ളൂ. നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യാനും വിസിറ്റിംഗ് വിസൊക്കെ വന്നതാണ്. അല്ല എവിടെ ഏത് ജമീല കാണട്ടോ. അവനൊക്കെ ജനിച്ചപ്പോ ഖത്തർക്ക് എത്തിക്കണേ, ഇന്റർനാഷണൽ ബോയ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു അതിഥി ഉണ്ട് കേട്ടോ. അതിഥി വേറെ ആരുമല്ല, കുഞ്ഞാൻ പാണ്ടിക്കാട്. അങ്ങനെ നമ്മളെ കാണാൻ കുഞ്ഞാൻക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞാനിക്കും ഖത്തറിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് കൂടെ ഒരാളും പാടുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നവർക്കാണ്. ഇവിടെ എത്തിയപ്പോ കുഞ്ഞപ്പടി ഉണ്ട് പറഞ്ഞ മാതിരി. പിന്നെ നമ്മളെ എന്തായാലും ഖത്തറിലാണ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിച്ചത് അല്ലേ. നല്ല തണുപ്പും പൊളിച്ചടിക്ക്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.